അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. അപ്പോൾ ഇന്ന് ആദ്യം തന്നെ കാണിക്കുന്നത് മലരുമോളെയും സിദ്ധുവിനെയാണ്. സിദ്ധു തൻ്റെ കാറ് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത് ഹെൽപ്പറായിട്ട് മലരുമോളും ഉണ്ട്. അവളോട് ഓരോ സാധനങ്ങൾ എടുത്തു തരാൻ വേണ്ടി പറയുകയാണ് സിദ്ധു. മലരുമോൾ ചോദിച്ചു, സിദ്ധു എന്താ ചെയ്യുന്നേ? ഈ കാറിൻ്റെ ടയർ പഞ്ചറായടാ, അതുകൊണ്ട് ഇതഴിച്ചിട്ട് ദോ ആ ഇരിക്കുന്ന സ്റ്റെപ്പിനിയില്ലേ അതെടുത്തിടാൻ വേണ്ടി പോവുക. അപ്പോൾ മലരുമോൾ കൗതുകത്തോടെ, ഓ സിദ്ധുവിന് ഈ ജോലിയും അറിയോ? ഇത് കേട്ട് സിദ്ധു പുഞ്ചിരിച്ചു. എനിക്ക് എല്ലാ ജോലിയും അറിയാം. സിദ്ധു, എനിക്കും ഈ ജോലി പഠിപ്പിച്ചു തരുമോ? അപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഇത് പഠിച്ചിട്ട് നീ എന്ത് ചെയ്യാൻ വേണ്ടി പോവുക? അപ്പോൾ മലരു പറഞ്ഞു, ഇതുപോലെ അമ്മയുടെ സ്കൂട്ടർ പഞ്ചറായെന്ന് വെച്ചോ, അപ്പോൾ എനിക്കത് ശരിയാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ സിദ്ധു അവളെ പ്രശംസിച്ചു കൊണ്ട് പറഞ്ഞു, ആഹാ കൊള്ളാലോ മോളെ. അവള് അഭിമാനത്തോടെ ചിരിച്ചു. നിനക്ക് ഇത്രയും ബുദ്ധിയുണ്ടോ? രണ്ടുപേരും ചിരിച്ചു. അപ്പോൾ ചന്ദ്രിക രാവിലെ തന്നെ അമ്പലത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് വരികയായിരുന്നു. അപ്പോൾ ഈ കാഴ്ച കണ്ടു. സിദ്ധു ഓരോന്ന് പറയുകയാണ്, ഹെൽപ്പിങ്, ഒരു സ്ക്രൂവും മിസ്സാവരുത് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് മലരുമോളോട്. ശരി സിദ്ധു, അവളും തലയാട്ടി സമ്മതിക്കുന്നു. ഇതൊക്കെ കണ്ടു ചന്ദ്രിക അങ്ങോട്ടേക്ക് വന്നു. ചന്ദ്രിക സിദ്ധുവിനോട്, എന്താ സർ വണ്ടി പഞ്ചറായോ? അതെ ചന്ദ്രിക. അപ്പോൾ ഒരു മുനവച്ച സംസാരം ചന്ദ്രിക പറഞ്ഞു, എപ്പോഴും നല്ല റൂട്ടിലൂടെ പോയാൽ വണ്ടി പഞ്ചറാവില്ല. ഇന്നലെ സാറ് പോയ വഴി ശരിയല്ലാന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും വണ്ടി പഞ്ചറായത്. ആ വാക്കിലെ കുത്ത് മനസ്സിലാക്കിയെന്നോണം സിദ്ധു അവളെ നോക്കി. എന്നിട്ട് പറഞ്ഞു, നീ എന്താ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അവള് മനസ്സിലാക്കിയാൽ നല്ലത്. ഇതും പറഞ്ഞ് കുറിയെടുത്ത് മലരുമോളുടെ നെറ്റിയിൽ തൊട്ട് അവൾ പോവാനൊരുങ്ങി. അപ്പോൾ സിദ്ധു, ചന്ദ്രികേ പറയൂ സർ, എനിക്ക് നല്ല ചൂടായിട്ടൊരു ചായ കിട്ടുമോ? അപ്പോൾ ചന്ദ്രിക വീണ്ടും, സാറിന് ഞാനുണ്ടാക്കുന്ന ചായയൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ. ഇന്നലെ ഒരു കടയിൽ പോയി ചായ കുടിച്ചില്ലേ, അവിടെ പോയി കുടിച്ചാൽ പോരെ? അവളുടെ വാക്കിലെ ധ്വനി മനസ്സിലായി. അപ്പോൾ സിദ്ധുവിന് ചിരി വന്നു. എന്നിട്ട് അവൾ അടുക്കളയിലേക്ക് പോകാനൊരുങ്ങി. അപ്പോൾ പെട്ടെന്ന് സിദ്ധു, ചന്ദ്രികേ ആ കടയിലെ ചായ തീരെ കൊള്ളില്ലെന്നേ. അപ്പോൾ അവൾ, കൊള്ളില്ലെങ്കിലും സാരമില്ല, അവിടെ തന്നെ പോയി കുടിച്ചാൽ മതി. അപ്പോൾ അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. അവൾ അടുക്കളയിലേക്ക് പോയി. അവനാകട്ടെ അതും ഓർത്ത് ചിരിച്ചുകൊണ്ടിരുന്നു. പിന്നെ കാറിൻ്റെ ബാക്കി റിപ്പയറൊക്കെ ചെയ്തു. അപ്പോൾ മലരുമോള്, ഹായ് ടയർ ഇളക്കിയെടുത്തല്ലോ. സിദ്ധു പഠിപ്പിക്കാൻ എന്നോണം അവളോട് പറഞ്ഞു കൊടുത്തു, നമ്മളിത് അഴിച്ചു കഴിഞ്ഞില്ലേ, ഇനി അടുത്ത ടയർ എടുത്ത് ഇതിൽ ഫിക്സ് ചെയ്യണം. മലരുമോള് എല്ലാം ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ചന്ദ്രിക അങ്ങോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, സിദ്ധു സർ. എന്താ ചന്ദ്രികേ? മോര് കുടിച്ചോളൂ. അവൾ ഒരു ഗ്ലാസ് മോര് അവന് നേരെ നീട്ടി. അപ്പോൾ സിദ്ധു ചിരിച്ചോണ്ട് പറഞ്ഞു, ഞാൻ ചായയല്ലേ ചോദിച്ചത്, താനെന്താ മോരും കൊണ്ടുവരുന്നേ? അപ്പോൾ അവൾ, ഈ പൊരിഞ്ഞ വെയിലത്ത് ആരെങ്കിലും ചായ കുടിക്കുമോ? മോര് കുടിക്കുന്നതാണ് ശരീരത്തിന് നല്ലത്, കുടിച്ചോളൂ. അവൻ അത് വാങ്ങി കുടിച്ചു. അവൾ മലരിനും വെച്ച് നീട്ടി. മലർ ഡാഡാ. എന്നിട്ട് ആരോടെന്ന വണ്ണം ചന്ദ്രിക പറഞ്ഞു, സാറിന് പിത്തം കൂടുതലാ, അതുകൊണ്ടാ ഇന്നലെ മുതൽക്ക് ആവശ്യമില്ലാത്ത ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ അവൻ അത് ആസ്വദിച്ച് ചിരിച്ചു. എന്നിട്ട് ചന്ദ്രിക പറഞ്ഞു, മോര് കുടിക്കുവാണെങ്കിലേ പിത്തം കുറച്ച് കുറയും. ഓ കുടിച്ചോളൂ. അവൾ അതും പറഞ്ഞു പോയി. അവർ രണ്ടുപേരും മോര് കുടിച്ചു. അപ്പോൾ സിദ്ധുവിൻ്റെ മീശയിൽ പറ്റിപ്പിടിച്ച മോര് കണ്ട് മലരുമോള് കളിയാക്കി ചിരിച്ചു. സിദ്ധു അപ്പൂപ്പനായി. അവൻ പെട്ടെന്നത് തുടച്ചു. പിന്നെ കാണിക്കുന്നത് ഓഫീസാണ്. ഓഫീസിൽ സ്റ്റാഫുകളൊക്കെ ജോലി ചെയ്യുകയാണ്, കൂട്ടത്തിൽ ചന്ദ്രികയും. അപ്പോൾ ഒരു സ്റ്റാഫ് പെട്ടെന്ന് വന്ന് ചന്ദ്രികയോട് പറഞ്ഞു, ചന്ദ്രികയെ നീ വർക്ക് ചെയ്ത ഡിസൈൻസൊക്കെ എടുത്ത് കാണിക്കാൻ വേണ്ടി സിദ്ധു സാറ് പറഞ്ഞു. അവൾ ഓരോന്നാലോചിച്ച് തെല്ല് പരിഭവത്തോടെ ആണെങ്കിലും ആ ഫയൽസൊക്കെ എടുത്ത് അവൻ്റെ റൂമിലേക്ക് നടന്നു. ലാപ്പിൽ എന്തൊക്കെയോ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അവൻ ചന്ദ്രികയെ കണ്ട്, വാ ചന്ദ്രികയെ. അവൻ ഡിസൈൻ വാങ്ങി ഓരോന്നോരോന്ന് പരിശോധിച്ചു. ഓരോന്ന് നോക്കുമ്പോഴും അവളെ നോക്കിക്കൊണ്ടിരുന്നു. അവൾ കുറച്ച് പതർച്ചയോടെ നിന്നു. പെട്ടെന്ന് അവൻ ചോദിച്ചു, ചന്ദ്രികയെ നീയാണോ ഈ ഡിസൈൻസൊക്കെ വരച്ചത്? അതെ. ഡിസൈൻസിനെല്ലാം ഒരു ഡെപ്ത് ഇല്ലാതിരിക്കുന്നു.
എന്താ ചന്ദ്രികെ, ഒരു ഡിസൈൻസും ഫുൾഫിൽ ആവാത്തത് പോലുണ്ടല്ലോ. ഇതിൽ ഒന്ന് പോലും ബെറ്റർ അല്ല. നിനക്ക് എന്തു പറ്റി? അപ്പോൾ മറുപടി പറയാനാവാതെ ചന്ദ്രിക നിന്നു. അപ്പോൾ പിന്നെയും സിദ്ധു, ചന്ദ്രികയെ ഞാൻ നിന്നോടാ ചോദിച്ചേ. സോറി സർ, എന്തോ ടെൻഷനിൽ ശരിക്കും ഡിസൈൻ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഒന്നുകൂടി കറക്റ്റ് ചെയ്ത് വരച്ചുകൊണ്ട് വരാം. അപ്പോൾ സിദ്ധു, എന്താ ചന്ദ്രികെ, നീ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആണല്ലോ. എന്നിട്ട് സംശയത്തോടെ ചോദിച്ചു, ഇനിയൊരു പക്ഷേ നീ ഡിസ്റ്റർബ്ഡ് ആവാൻ ഞാനൊരു കാരണക്കാരനാണോ? ഇല്ല സർ, അങ്ങനെയൊന്നുമില്ല. അല്ലല്ലോ, ഇന്നലെ മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുക. നിന്റെ മുഖം വല്ലാതിരിക്കുന്നു, വല്ലാതെ അപ്സെറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല സർ. അപ്പോൾ സിദ്ധു മനസ്സിലോർത്തു, ഞാൻ അനുവിൻ്റെ കൂടെ ഷോപ്പിങ്ങിന് പോയി എന്ന് കള്ളാണ് പറഞ്ഞത്. അതുപോലും നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഡിസൈൻസൊക്കെ ഈ അവസ്ഥയിലായത്. എന്നിട്ട് അവളെ നോക്കി അവൻ പറഞ്ഞു, ശരി ചന്ദ്രികെ, നീ ഈ ഡിസൈൻസൊക്കെ റീവർക്ക് ചെയ്തു വാ. ശരി സർ എന്നും പറഞ്ഞ് ഫയലും വാങ്ങി അവൾ പോയി. അവൻ അവളുടെ പോക്കും നോക്കി നിന്നു. ചന്ദ്രിക ഓരോന്നും ആലോചിച്ച് അവളുടെ ക്യാബിനിൽ വന്നിരുന്നു. അപ്പോൾ അവളെ കണ്ട് ഗീത ചോദിച്ചു, എന്താ ചന്ദ്രികയെ? നിന്റെ ഡിസൈൻസ് എല്ലാം സിദ്ധു സാറ് അപ്രൂവ് ചെയ്തായിരുന്നോ? എൻ്റെ ഡിസൈൻസ് എല്ലാം റിജക്റ്റ് ചെയ്തു. റിജക്റ്റ് ചെയ്തോ? അതെന്താ? ഞാൻ നന്നായി ഡിസൈൻ ചെയ്തിട്ടില്ലെന്നും പറഞ്ഞു. അപ്പോൾ ഗീത ചോദിച്ചു, നീ നന്നായി വർക്ക് ചെയ്യുന്നതല്ലേ എപ്പോഴും, ഇപ്പോൾ പിന്നെന്താ പറ്റിയേ? അപ്പോൾ ചന്ദ്രിക പറഞ്ഞു, എന്താണെന്നറിയില്ല, എൻ്റെ മനസ്സ് തീരെ ശരിയല്ല. ഇന്നലെ മുതൽ മനസ്സ് വല്ലാത്തൊരു വിഷമത്തില്ല. അതുകൊണ്ടാ ഞാനിത് റീവർക്ക് ചെയ്തോളാം ഗീത. ശരി. രണ്ടുപേരും വർക്ക് ചെയ്യാൻ തുടങ്ങി. ഡിസൈൻസ് വർക്ക് ചെയ്യുമ്പോൾ ചന്ദ്രികയുടെ മനസ്സിൽ പിന്നെയും പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നു. അനുവിനെ കോൾ ചെയ്തപ്പോൾ അനു പറഞ്ഞത്, സിദ്ധു സാറിനെ ഷോപ്പിങ്ങിന് വിളിച്ചു, പെട്ടെന്ന് തന്നെ വന്നു. പിന്നെ സിദ്ധു പറഞ്ഞത് ഓർത്തു, ഷോപ്പിങ്ങിന് പോകണമെന്ന് അനു കുറേ നാളായി പറയുന്നു. അപ്പോൾ അവളെ ഇന്ന് ഷോപ്പിങ്ങിന് കൂട്ടിക്കൊണ്ടുപോയി. ഇതൊക്കെ ഓർത്തോർത്ത് ചന്ദ്രികയ്ക്ക് വീണ്ടും വർക്ക് ചെയ്യാൻ സാധിച്ചതേയില്ല. അവൾക്ക് എന്തൊക്കെയോ അസ്വസ്ഥത തോന്നി. അവൾ പെട്ടെന്ന് തന്നെ ഗീതയോട് പറഞ്ഞു, ഗീത, എനിക്ക് വർക്ക് ചെയ്യാനേ പറ്റുന്നില്ല, ഞാനൊന്ന് വീട്ടിലേക്ക് പോവുക, നീ സാറിനോട് പറയണേ. ശരി. അവൾ പോയപ്പോൾ ഗീത മനസ്സിലോർത്തു, ഇവൾക്കിതെന്താ പറ്റിയത്, ഇന്നലെ മുതലേ വല്ലാതിരിക്കുവാണല്ലോ. പിന്നെ കാണിക്കുന്നത് അമ്പലത്തിൻ്റെ നടയിൽ ഇരിക്കുന്ന ചന്ദ്രികയാണ്. അവൾ ഓഫീസിൽ നിന്ന് നേരെ പോയത് അമ്പലത്തിലേക്കായിരുന്നു. അവൾ അതിൻ്റെ നടയിലിരുന്ന് പിന്നെയും പിന്നെയും പഴയത് തന്നെ ആലോചിച്ചുകൊണ്ടേയിരുന്നു. അനു പറഞ്ഞതും സിദ്ധു പറഞ്ഞതും മാറി മാറി ഓർത്തുകൊണ്ടേയിരുന്നു. അവൾക്കൊരു സമാധാനവും കിട്ടിയില്ല. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് അമ്പലത്തിലെ പൂജാരി വന്നു. ചന്ദ്രികയെ, കുറേ നേരം ആയല്ലോ ഭഗവാന്റെ സന്നിധി ഇരിക്കാൻ തുടങ്ങിയിട്ട്. എന്തെങ്കിലും വലിയ പ്രശ്നമാണോ, അതോ തീരുമാനം എടുക്കാൻ പറ്റാത്ത കാര്യം എന്തെങ്കിലും ആണോ? അപ്പോൾ അവൾ സങ്കടത്തോടെ പറഞ്ഞു, അതേ സ്വാമി, എന്ത് തീരുമാനം എടുക്കണമെന്നറിയാത്ത വലിയൊരു പ്രശ്നത്തിലാണ് ഞാൻ. അപ്പോൾ പരിഹാരം എന്നോണം സ്വാമി പറഞ്ഞു കൊടുത്തു, എന്ത് പ്രശ്നമാണെങ്കിലും ദേവിക്ക് നേർച്ച ചെയ്ത് 108 ദീപം തെളിയിക്കൂ, നിന്റെ എല്ലാ സംശയങ്ങളും തീരും. അവൾ ആലോചിച്ചു നിന്നു. അപ്പോൾ പിന്നെയും തിരുമേനി പറഞ്ഞു, ചെല്ലു മോളെ, ദേവിയോട് മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞ് 108 ദീപം തെളിയിക്ക്. ശരി സ്വാമി. അവൾ ദേവിയുടെ അടുത്ത് പോയി കൈകൂപ്പി പ്രാർത്ഥിച്ചു. ദേവി, സിദ്ധു സാർ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്നെയും എൻ്റെ കുഞ്ഞിനെയും നന്നായി നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ സമർപ്പിക്കാമെന്ന് പറഞ്ഞു. ഞാൻ കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം നശിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ആയത്. കരഞ്ഞുകൊണ്ട് അവൾ പിന്നെയും മനസ്സിലോർത്തു, എനിക്ക് എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടി തീരുമാനമെടുക്കാൻ ഞാൻ ദേവിയെ ഏൽപ്പിക്കുകയാണ്. ഇന്ന് ഞാൻ ദേവിയുടെ സന്നിധിയിൽ 108 വിളക്കുകൾ തെളിയിക്കാം. ആ 108 ദീപവും അണയാതിരുന്നാൽ ഞാൻ സിദ്ധു സാറിനോട് എൻ്റെ സമ്മതം പറയാം. ഒരു ദീപം അണഞ്ഞാൽ പോലും ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കാൻ കഴിയില്ലെന്ന് പറയും. അവളുടെ കണ്ണ് നിറഞ്ഞുകൊണ്ടേയിരുന്നു. കണ്ണുകൾ അടച്ച് അവൾ കുറേ നേരം പ്രാർത്ഥിച്ചു. എന്നിട്ട് 108 ദീപങ്ങളും തെളിയിക്കാൻ തുടങ്ങി. നേരം ഇരുട്ടി. എന്നാലും അവൾ ഓരോ ദീപങ്ങളും ശ്രദ്ധയോടെ തെളിയിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങോട്ടേക്ക് വന്ന തിരുമേനി പറഞ്ഞു, ചന്ദ്രിക, എന്താ ഇത്, നീ ദീപം തെളിയിക്കുമ്പോൾ ശക്തിയായി കാറ്റു വീശുന്നല്ലോ. അപ്പോൾ അവൾ ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു, എന്തായാലും സാരമില്ല, ഈശ്വരൻ എന്ത് കാണിച്ചു തന്നാലും അത് ഞാൻ എൻ്റെ തീരുമാനം എടുത്തോളാം. ശക്തിയായി കാറ്റ് വീശിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് വീശിയ കാറ്റിൽ അതിൽ കുറച്ച് ദീപങ്ങൾ അണഞ്ഞുപോയി. അപ്പോൾ തിരുമേനി പറഞ്ഞു, ചന്ദ്രികെ, അവസാന സമയത്ത് ഇങ്ങനെ വിളക്കണഞ്ഞു പോയല്ലോ.
ദേവി അനുഗ്രഹിച്ചില്ലെങ്കിലും സാരമില്ല, ഇതൊരു മറുപടിയായി കണ്ടോളൂ. അതും പറഞ്ഞ് അയാൾ പോയി. അവൾ സങ്കടത്തോടെ മനസ്സിലോർത്തു, എന്നോട് ക്ഷമിക്കണം സിദ്ധു സാർ. ഈശ്വരൻ തന്നെ പറഞ്ഞു ഞാൻ സാറിന് ചേരാത്തവളാണെന്ന്. അതുകൊണ്ട് സാറിൻ്റെ ആഗ്രഹം എനിക്ക് നിറവേറ്റാൻ സാധിക്കില്ല. അവൾ കരഞ്ഞുകൊണ്ട് നടന്നകന്നു. ബാഗും എടുത്തിട്ട് വീട്ടിലേക്ക് പോകാനൊരുങ്ങി. ഒരു പാവ കണക്കെ നടന്നു പോവുകയായിരുന്നു അവൾ. സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ അടിതെറ്റി വീഴാനൊരുങ്ങി. അത്രമാത്രം ആ ലോകത്തേക്കേ അല്ലായിരുന്നു അവൾ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗം കുറച്ച് നോക്കാം. മഹേന്ദ്രൻ സാറിൻ്റെ വീടാണ് കാണിക്കുന്നത്. അവിടെ എന്തോ ഒരു ആഘോഷം നടക്കുകയാണ്. ആരതി സിദ്ധുവിനോട് പറയുന്നു, ഇതൊന്നും മോളിൽ തൂക്കൂ സിദ്ധു, എനിക്ക് കൈയെത്തുന്നില്ല. അപ്പോൾ തോരണങ്ങളും കാര്യങ്ങളൊക്കെ അവൻ ഒരുക്കി വെക്കുകയാണ്. അടുത്ത ചന്ദ്രികയുണ്ട്. അപ്പോൾ കുസൃതിയോടെ ആരതി പറയുന്നു, സിദ്ധു നിനക്ക് കുറച്ചും കൂടി പൊക്കം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ വീട്ടിൽ ഏണിയുടെ ആവശ്യമേ ഇല്ലായിരുന്നു. അപ്പോൾ സിദ്ധു ആരതിയുടെ ചെവിയിൽ പിടിച്ച് പറയാണ്, എടി നത്തോലി പോലെ ഇരിക്കുന്ന നീ എന്നെ കളിയാക്കുന്നു അല്ലേ? അവൾ ഓടി അവളെ പിടിക്കാനെന്നാണ് സിദ്ധു. ഓടുന്നതിനിടയിൽ അതിനിടയിൽപ്പെട്ട ചന്ദ്രികയെ പിടിച്ചു തള്ളി ആരതി ഓടി. തള്ളിയത് നേരെ സിദ്ധുവിൻ്റെ നേരെയായിരുന്നു. അവർ രണ്ടുപേരും തറയിലേക്ക് വീണു. തറയിൽ സിദ്ധുവിൻ്റെ മേലെയായി ചന്ദ്രിക. രണ്ടുപേരും അന്താളിച്ചു പോയി. മലരും പ്രിയയും കൂടി കൈകൊട്ടി ചിരിച്ചു. ഒരല്പനേരം രണ്ടുപേരും അങ്ങനെ തന്നെ നോക്കി നിന്നു. അപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ നല്ല എപ്പിസോഡുകളുമായി ഞാൻ വീണ്ടും വരുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റ ബൈ.